അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1 എന്ന് വെച്ചാൽ ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ 1 മുതൽ 10 കൂടിയ പാഠങ്ങളിലെ ചോദ്യപേപ്പറാണ് ഈ കാണുന്നത്. 2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പരീക്ഷാ പേപ്പറുകളൊക്കെ കൃത്യമായിട്ട് നോക്കണം. ഒന്നാമത് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. 2, എല്ലാ നബിമാരും ചെയ്ത തൊഴിൽ എന്താ? ജോലി എന്താണ്? ആൻസർ ആടുമേക്കലാണ്. 3, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ഇത് പറഞ്ഞത് ആരാണ് പറഞ്ഞത്? ആൻസർ ഉമർ റളിയല്ലാഹു അൻഹു. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് അപായപ്പെടുത്തിയേക്കാം എന്നാണ് ബഹീറ പറഞ്ഞത്? ആൻസർ ജൂതന്മാർ. ആരാണ് അപായപ്പെടുത്തുക എന്ന് പറഞ്ഞു? ജൂതന്മാരാണ് അപായപ്പെടുത്തുക എന്ന് പറഞ്ഞത്. 5, മുസ്ലിം അല്ലാതിരുന്നിട്ടും ഖുർആനിൻ്റെ മഹത്വം അംഗീകരിച്ചു. ആരാണത്? ഉത്തുബത്ത്. 1-ാമത്തെ പാഠത്തിനുള്ള ചോദ്യമാണത്. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ എണ്ണം. ആൻസർ 7. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേര്. ആൻസർ ഖുവൈലിദ്. ഖുവൈലിദിൻ്റെ മകൾ ഖദീജ എന്ന് പറഞ്ഞില്ലേ, റളിയല്ലാഹു അൻഹ. പിന്നെ 8-ാമത്തെ ചോദ്യം, ആടിനെ മേച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിച്ചു. ആരെയാണ് സഹായിച്ചത്? ആൻസർ മൂത്താപ്പയെ. 9, സാലൽ ജബറു മല അൽ ബാദി ഫാലൻ നെഹ്റു പുഴ ഒഴുകി. എവിടേക്ക്? ഇലൽ അബ്ഹാർ. ബൈത്തിൻ്റെ ബാക്കിയാണ് ഇലൽ അബ്ഹാർ. 10-ാമത്തേത്, 7 രൂപ എന്നാണ് അർത്ഥം. 7 രൂപ എന്നാണ് അർത്ഥം. അതേതാ? സബ്ഉ റൂബിയ. 7 രൂപ എന്നാണ് അർത്ഥം. ഏതാ? സബ്ഉ റൂബിയ. ഏതാണ്? സബ്ഉ റൂബിയ. ഇനി അടുത്ത് ചേരുംപടി ചേർക്കാനാണ്. 11, ഇമ്രാൻ. ആൻസർ സി ആണ്. മറിയം ബീവിയുടെ പിതാവ്. മറിയം ബീവിയുടെ പിതാവാണ് ആര്? ഇമ്രാൻ. ഇമ്രാൻ്റെ മകൾ മറിയം. പിന്നെ അടുത്തതോ ഉസാമത്ത് റളിയല്ലാഹു അൻഹു. ആൻസർ എ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനം. ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഓർമ്മണ്ടല്ലോ, ആ പിന്നെ മഖ്സൂം ഗോത്രക്കാരി മോഷണം നടത്തിയ അവിടെ പറഞ്ഞ പേരാണത്. 13, ഇബ്രാഹിം. ആൻസർ ഡി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ മകൻ. 14, അബൂ ത്വാലിബ്. ആൻസർ ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ. മൂത്താപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ സഹോദരൻ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ എന്ന് എഴുതിയാലും ആൻസർ ശരിയായിരിക്കും. ഇനി അടുത്ത് പൂരിപ്പിക്കാനുള്ളതാണ്. 15, അയൽവാസിയെ ഡാഷ് സത്യവിശ്വാസിയാവുകയില്ല. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. അറബി മലയാളത്തിലാണ് പരീക്ഷ എഴുതേണ്ടത്. ഇവിടെ ഫോണിൽ എഴുതേണ്ട ഒരു പ്രയാസം കൊണ്ടാണ് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. 16, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡാഷ് പെൺമക്കളുണ്ടായിരുന്നു. എത്രയാ? ആൻസർ 4 പെൺമക്കളുണ്ടായിരുന്നു. 17, ഇടപാടുകൾ നടത്തുമ്പോൾ ഡാഷ് പാലിക്കണം. എന്ത് പാലിക്കണം? സത്യസന്ധത പാലിക്കണം. 18, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഡാഷുടെ ഉമ്മമാരാണ്. ആരുടെ? സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. 19, വാഹിദുൻ ഇത്നാനി ഡാഷ് അർബഅ ഖംസ. അപ്പോൾ സലാസ അർബഅ ഖംസ. സലാസ എന്നവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്ത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 20, മിസ്വാക്ക് ചെയ്യാൻ ഉത്തമമായ മരക്കമ്പ്. ആൻസർ അറാക്ക്. ഏതാണ്? അറാക്ക്. 21, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ ഒന്നിൻ്റെ പേര്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ ഒന്നിൻ്റെ പേരെന്താ? ഖുർആൻ, മതഗ്രന്ഥങ്ങൾ, ഏതായാലും കുഴപ്പമില്ല. 22, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ആൻസർ ഖുർആൻ. 23, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ എത്ര? ആൻസർ 3. 24, പക്ഷി എന്നതിൻ്റെ അറബി പദം എന്ത്? ആൻസർ ത്വാഇറ. ത്വാഇറ എന്ന് പറഞ്ഞാൽ പക്ഷികൾ. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. 25, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബഹീറ കണ്ടു എന്ത്? ആൻസർ അന്ത്യപ്രവാചകനെക്കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം. 26, മോഷ്ടാവിന് ഈ ലോകത്ത് എന്ത് ലഭിക്കും? ആൻസർ നിന്ദ്യതയും അപമാനവും ലഭിക്കും.
27 ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്ത്? ആൻസർ ഖദീജ വലിയ മഹദിയാണ്, അവരിൽ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്. 28 കാറ്റടിച്ച് വീശി അറബിയിലാക്കി എഴുതുക. കാറ്റടിച്ച് വീശി ഹബ്ബരീഹു സാറൽ മുസിനു എന്ന് പറഞ്ഞ ബൈത്തുണ്ടല്ലോ, അതിന് തുടക്കമാണിത്. ഹബ്ബരീഹു കാറ്റടിച്ച് വീശി. ഇനി എന്താ അടുത്തത്? 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക എന്നുള്ള. എന്തെക്കുറിച്ച് എഴുതേണ്ടത്? ആടുമേക്കൽ, ആടുകൾ മേക്കുന്നതിനെ കുറിച്ചാണ് എഴുതാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്താ? ആടുകളിൽ ബറക്കത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആടുകളെ മേക്കുന്നതിലൂടെ ക്ഷമയും സഹനവും പഠിക്കും, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ ശീലിക്കും. എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലൊക്കെയാണ് 2025 ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് കുട്ടികൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.